നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നു. ഇവിടെ കുറച്ച് വിശേഷങ്ങളുണ്ടായി. മോളെ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. ആദ്യം നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താ അമ്മേ? മോളെ, രോഹിത് ജീവനോടുണ്ട്. അവനെ ഞാൻ കണ്ടു. രോഹിത്? ആ, എന്താ രോഹിത്തിനെ അമ്മ കണ്ടു. സ്പീക്കറിലിട്ട് അമ്മേ, വിഷ്ണുവേട്ടനുണ്ട് അടുത്ത്. ഞാൻ ഫോണൊന്ന് സ്പീക്കറിലിടുക. ശാരദാമ്മ എവിടെ വെച്ച് രോഹിത്തിനെ കണ്ടെന്ന് പറഞ്ഞേ? ഞാന് ശാരിയും കൊണ്ട് കണ്ണിന്റെ ചികിത്സയ്ക്ക് പോയ അടിവാര സെറ്റിൽമെന്റ് കോളനിയില്. രാജ്യമ്മയുടെ കുടിയിൽ തന്നെ മാസങ്ങളായി ചികിത്സയിൽ ഉണ്ടായിരുന്നു അവൻ. ഞാനിപ്പോഴാ കണ്ടതെന്ന് മാത്രം. അമ്മേ, രോഹിത്തിന്റെ അവസ്ഥ എന്താ? വീഴ്ചയില് കുറച്ച് പരിക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ രാജ്യമ്മയുടെ ചികിത്സയിൽ ഭേദമായി. പക്ഷെ ബോധം തെളിഞ്ഞത് കഴിഞ്ഞ ദിവസമാ. ആ, ഇപ്പൊ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ്. പക്ഷെ പൂർണ്ണമായ ആരോഗ്യം കൈവന്നിട്ടില്ല മോളെ. അമ്മേ, എങ്ങനെയാ അപകടം ഉണ്ടായെന്ന് രോഹിത് പറഞ്ഞില്ലേ? നമ്മുടെ സംശയം ശരിയാ മോളെ. സുസ്മിത തന്നെയാ അവനെ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് കൊക്കയിലോട്ട് തള്ളിയിട്ടത്. അമ്മേ, രോഹിത്തിനെ എത്രയും പെട്ടെന്ന് നമുക്കിവിടെ എത്തിക്കണം. എന്നിട്ട് ആ സുസ്മിതയ്ക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക വേണം. ആ മോളെ, അതിലൊരു പ്രശ്നമുണ്ട്. എന്താ അമ്മേ? അത് കണ്ടിട്ടുണ്ടോ അയാളെ? താങ്ക് യു ബോസ് സാറേ. അപ്പോ രോഹിത്തിന്റെ മരണം നിയമത്തിന്റെ മൗനാനുവാദത്തിൽ. പോലീസ് എന്തിനാ അമ്മേ രോഹിത്തിനെ കൊല്ലാൻ നടക്കുന്നേ? പോലീസല്ല, സുസ്മിത. അവൾക്ക് വേണ്ടി മറ്റുള്ളവർ കരുവാവുന്നതാ. അതാരാന്നോ എന്തോന്ന് ആ വിജയൻ എന്ന പോലീസുകാരനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കാം. മോനെ, അതുവരെ രോഹിത് ജീവിച്ചിരിക്കുമെന്ന സംശയം. അതെന്താ അമ്മേ? രോഹിത് അടിവാര സെറ്റിൽമെന്റ് കോളനി തന്നെ ഉണ്ടെന്ന് വിജയനും അയാളെ പറഞ്ഞു വിട്ടവർക്കും ഉറപ്പുണ്ട്. രാജ്യമ്മയുടെ കുടിയില് രോഹിത് ഉണ്ടോന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയവുമുണ്ട്. 1-2 തവണ വിജയൻ കുടി കയറി വരികയും ചെയ്തു. അപ്പോഴത്തെ ഭാഗ്യം കൊണ്ടും ദൈവാധീനം കൊണ്ടും രക്ഷപ്പെട്ടതാ. പക്ഷെ രോഹിത് രാജ്യമ്മയുടെ കുടിയിലുണ്ടെന്ന് ഉറപ്പിക്കാനുള്ള ചില തെളിവുകള് ഇപ്പൊ അവരുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഇനിയും വിജയൻ അവിടെ കയറി ചെന്ന രോഹിത്തിന്റെ കഥ അയാൾ തീർക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിഷ്ണു അല്ല, വിജയനാ. എന്താ വിജയ ഈ നേരത്ത്? ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണമായിരുന്നു. പറ്റില്ല. ഇവരൊക്കെ ആരാ? നടക്കില്ല വിജയ. ഈ അടിവാരം സെറ്റിൽമെന്റ് കോളനിയിൽ എന്ത് നടക്കും എന്ത് നടക്കില്ല എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ വിജയനാ. നിങ്ങളുടെ പ്രസിഡന്റിന്റെ മെഡലും മെഡിക്കൽ ജേണലിന്റെ ആദരവും ഒക്കെ 8 ചുരുട്ടി കെട്ടിക്കോണം. വാതിലടയ്ക്കടാ.
ദേ, പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കയറി വന്ന് നിങ്ങൾ എന്ത് തോന്നിയ ദിവസം സാറേ കാണിക്കുന്നത്? അയ്യോ, മജിസ്ട്രേറ്റ് ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്കിതൊന്നും പുതുമയല്ലല്ലോ ശാരദാമേ. സ്വർണ്ണാപകരണ കേസിലും കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയതിനുമൊക്കെ പലതവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതല്ലേ. പരിചയമുണ്ടായിരിക്കുമല്ലോ പോലീസിന്റെ മട്ടും മാതിരിയൊക്കെ. കണ്ടാൽ എന്തൊരു മാന്യ, ശ്രീകോവിലിൽ നിന്നിറങ്ങി വന്ന സാക്ഷാൽ ദേവിയെ പോലെയുണ്ട്. കയ്യിലിരിപ്പ് വേറെയും. പിന്നെ തോന്നിയവാസത്തിന്റെ കാര്യം, ഇവിടെ താമസിക്കുന്നത് പെണ്ണുങ്ങൾ മാത്രമാണോന്ന് ആദ്യം ഞാനൊന്ന് നോക്കട്ടെ, പിന്നെ തീരുമാനിക്കാം തോന്നിയവാസം കാട്ടണോ വേണ്ടേന്ന്. ഈ മുറി കിടന്നവനോടെ സാറിനോടല്ലേ പറഞ്ഞത് അയാള് പോയെന്ന്? നേരാണോ രാച്ചിയമ്മേ? എന്നാ ഈ വിജയനൊരു മാജിക് കാണിച്ചു തരട്ടെ. ഒന്നുമില്ലാത്ത തൊപ്പിക്കുള്ളിൽ നിന്ന് മുയലിനെ എടുക്കുന്ന പോലെ ഇവിടെ നിന്ന് പോയവനെ പൊക്കിയെടുത്ത് കാണിച്ചു തരട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ മോളുടെ ജീവിതം തൊലച്ചു കളഞ്ഞത് അമ്മു അല്ലേ? പക്ഷേ ഇപ്പോഴും എന്റെ മോക്കതറിയില്ല. നീ എന്താ ഇത്രമാത്രം ആലോചിക്കുന്നത്? അമ്മുവിനെ പറ്റി ഇങ്ങനൊക്കെ പറയാൻ എനിക്കെങ്ങനെ തോന്നിയെന്നല്ലേ? അമ്മുവിന്റെ ഭർത്താവിനെ അമ്മു തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ വിവാഹ ആൽബം തേടി ശ്രീകുട്ടിക്ക് പോകേണ്ടി വരുമായിരുന്നു. അങ്കിള് കുറച്ച് കൂടുതൽ കഴിച്ചു. നമുക്ക് രാവിലെ സംസാരിക്കാം. അങ്കിളിപ്പോ പോയി കിടന്നുറങ്ങും. ഇതേ ഈ വർഷത്തെ പുതിയ ദിവസം. ഇന്നലെ വരെ അണിഞ്ഞ വിഡ്ഢിവേഷം ഇനി അണിയാൻ ഞാൻ തയ്യാറല്ല. ഞാൻ മാത്രമല്ല, എന്റെ മോളും. ഞാൻ അവിടെ പോയി അന്വേഷിച്ചു. പക്ഷേ അവിടെയുള്ളവർക്ക് അമ്മുവിന്റെ ഭർത്താവിനെ കണ്ടാലേ തിരിച്ചറിയാൻ പറ്റൂന്ന്. അവനെ പറ്റി മറ്റൊരു വിവരം പോലും, എന്തിന് അവന്റെ പേര് പോലും അവർക്കറിയില്ല. എന്നുവെച്ചാ നമ്മൾ സംശയിക്കുന്നവന്റെ ഫോട്ടോ അവരെ കൊണ്ടുപോയി കാണിക്കണം. അവനും അവളും ഇടയ്ക്കിടയ്ക്ക് ആ നാട്ടിൽ പോകാറുണ്ടത്രേ. അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അമ്മുവിനും അവളുടെ ഭർത്താവിനും ഇപ്പോഴും ബന്ധമുണ്ടെന്നല്ലേ? ഇതിവിടെ ആർക്കെങ്കിലും അറിയൂ? അവനാ നാട്ടുകാർക്ക് ഹീറോയാ. അവനും അവളും ഒരേ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെന്നാ നാട്ടുകാർ വിശ്വസിക്കുന്നേ. നാട്ടുകാരെ അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുക അവനും അവളും. ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ പറ്റില്ല. ഇന്നലെ വരെ അമ്മു പറഞ്ഞ കഥകള് ഞാനും ഈ വീട്ടുകാരും വിശ്വസിച്ചു. അവളും ഭർത്താവുമായിട്ട് ഇപ്പൊ ഒരു ബന്ധമില്ലെന്ന് അവള് പറഞ്ഞു വിശ്വസിപ്പിച്ചു. പക്ഷേ അവര് തമ്മിൽ കാണാറുണ്ട്, ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ട്.
രണ്ടുപേരും ചേർന്ന് നാട്ടുകാരെയും ഇവിടെ ഉള്ളവരെയും വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുക. ചതിയെന്നല്ലാതെ മറ്റെന്തു പറയാനാ? ഇനി അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അമ്മു അവളുടെ ഭർത്താവ് ആരാണെന്ന് ഈ രാത്രി തന്നെ പറയണം. എന്റെയും നിന്റെയും ശ്രീകുട്ടിയുടെയും മുന്നിൽ വെച്ച് നമുക്കത് പറയിപ്പിക്കണം. ഞാൻ പറയിപ്പിക്കും. അവളെ വിടില്ല. നീ എന്നോട് വാ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? സ്വാതി ഇപ്പൊ ഉറങ്ങിക്കാണും. ഇത്രയും കാലം അവൾ ഉറങ്ങുകയായിരുന്നില്ലേ? ഇനി അവൾ ഉണരട്ടെ. അവള് ഉണരണം. അതിന് നീ എന്തിനു പ്രയാസപ്പെടണം? വാ, നീ എന്റെ കൂടെ വന്നേ പറ്റും. വന്നില്ലെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരെയും എനിക്ക് വിളിച്ചിറക്കേണ്ടി വരും. പാടാൻ്റെ കൂടെ. ഈ രാത്രി കൊണ്ട് എല്ലാ കള്ളക്കളിയും പൊളിക്കണം. അവൾ അവന്റെ പേര് പറഞ്ഞാൽ അവൻ എവിടെ ഉണ്ടെങ്കിലും രാത്രി തന്നെ ഞാൻ അവനെ ഇവിടെ എത്തിച്ചിരിക്കും. അവന്റെ കൂടെ ഞാൻ അവളെ ഇറക്കി വിടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ലക്ഷ്മി. ഞാനാണ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്നതിന് എല്ലാ തെളിവും പ്രഭ അങ്കിളിന്റെ കയ്യിലുണ്ടെന്ന് വേണം കരുതാൻ. നീ ശബ്ദിക്കാതിരുന്നാൽ അങ്കിൾ സ്വാതിയുടെ മുന്നിൽ വെച്ച് ചോദിക്കുക തന്നെ ചെയ്യും. പിന്നെ എനിക്ക് നിനക്ക് നിഷേധിക്കാനാവില്ല. നിഷേധിച്ച ആ നാട്ടിലുള്ളവരെ അങ്കിൾ ഈ വീട്ടിൽ കൊണ്ടുവരും. ഇതിൽ നിന്നും ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല. നമ്മള് പെട്ടുകഴിഞ്ഞു. ഇങ്ങനൊരവസ്ഥ ഏത് നിമിഷം നമ്മൾ പ്രതീക്ഷിച്ചതാ. ഇത് ഫേസ് ചെയ്തേ പറ്റൂ. ചേച്ചിയുടെ മുന്നില് ഹൃദയം പൊട്ടി മരിച്ചു വീഴും. നമ്മൾ ഒരു തെറ്റും ചെയ്യാത്തവരാ. മനസ്സുകൊണ്ട് പോലും അരുതാത്തതൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല. സ്വാതിയോട് നമുക്കെല്ലാം ഏറ്റു പറയാം. നിന്റെ കഴുത്തിൽ ഒരാൾ താലി കെട്ടിയ സാഹചര്യം നമുക്കറിയാവുന്നതല്ലേ? കുട്ടികളെ പോലെ വെറുതെ സംസാരിക്കരുത്. നിങ്ങൾ എന്നെ ഈ വീട്ടിൽ വെച്ച് കണ്ട ദിവസം ചേച്ചിയോട് അക്കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സും ചേച്ചിക്കുണ്ടായേനെ. നിങ്ങളത് പറഞ്ഞില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള പഴുതുകൾ തരികയായിരുന്നു. പക്ഷെ അവിടെ ഞാൻ തോറ്റുപോയി. ആ ഒരു ദിവസം മാത്രമേ ചേച്ചിയുടെ മുന്നില് നിരപരാധികളായി നിൽക്കാൻ നമുക്ക് അവസരം ഉണ്ടായിരുന്നുള്ളൂ. ഇനി അതില്ല. ചേച്ചി മാപ്പ് തരില്ല. മനസ്സ വാച ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ ചേച്ചി ചതിക്കായിരുന്നു. ലക്ഷ്മി, പിന്നെ എന്തുകൊണ്ട് സഞ്ജു ഈ വിവരം എന്നോട് നേരത്തെ പറഞ്ഞില്ലെന്ന് ചേച്ചി ചോദിച്ചാ തിരിച്ചു പറയാൻ എന്ത് മറുപടിയാ ഉള്ളത്? ഒത്തിരി കടുപ്പുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്ന ചേച്ചിയുടെ മാനസികാവസ്ഥ പലപ്പോഴും പല തരത്തിലാ. ലക്ഷ്മി, നീ എന്ത് പറഞ്ഞാലും നമുക്ക് സ്വാതിയുടെ റൂമിലേക്ക് പോകാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രഭ അങ്കിൾ അവിടെ കാത്തിരിക്കുക. നമ്മൾ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അങ്കിൾ സ്വാതിയായിട്ട് ഇങ്ങോട്ട് വരും. അങ്കിളും നന്നായിട്ട് മദ്യപിച്ച നിലയില്. എല്ലാം ഇന്നത്തോടെ അവസാനിക്കുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. നെഞ്ചിനുള്ളിൽ ഈ നെരുപ്പോടും പേറി ഇനി ജീവിക്കണ്ടല്ലോ. നീ എന്റെ കൂടെ വാ. ലക്ഷ്മി, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനാ. അത് നീ ആവശ്യപ്പെട്ടിട്ടല്ല. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെന്നറിഞ്ഞ് പാതി വഴിയിൽ ഒഴിഞ്ഞു പോയവളാ നീ. എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുത്തോളാം. സ്വാതി എന്റെ വിധി നിശ്ചയിക്കട്ടെ.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വുഡ് ബി ആവുമ്പോ അങ്ങനെ ചില സ്നേഹ സമ്മാനങ്ങള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാറില്ലേ? അതുകൊണ്ട് ചോദിച്ചതാ മോളെ. ആ തന്നിട്ടുണ്ട്. പക്ഷേ അത് സ്നേഹസമ്മാനമൊന്നല്ലായിരുന്നു, ഒരൊറ്റക്കമ്മലായിരുന്നു. അതിന്റെ പേരെന്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു ക്ഷേത്രത്തിൽ തൊഴാൻ പോയപ്പോ എന്റെ ഒരു കമ്മല് നഷ്ടപ്പെട്ടു പോയി. ദാ, ഈ കമ്മലിന്റെ പേര് എനിക്ക് നഷ്ടമായത്. ഇനി തന്നേക്ക് വിശാൽ. താ. ഒരു മിനിറ്റ്, ഞാനത് കാണിച്ചു തരാം. നിക്കേ. ആന്റി, ഇത് ലക്കി കമ്മലാണെന്ന് വിശാല് വിശ്വസിച്ചിരുന്നത്. ഈ കമ്മല് കാരണം വിശാൽ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് കണ്ടോ? കമ്മലോ? ഇതേ ചേട്ടായുടെ കയ്യിലുണ്ടായിരുന്നതാ. ആരുടേതാണെന്ന് ചോദിച്ചപ്പോഴേ പറയുന്നില്ല. നീ വല്ല റിലേഷൻഷിപ്പിലും കുടുങ്ങിയോടാ? ഒന്ന് മാറിക്കേ. പറയടാ, അമേരിക്കയിലെങ്ങാനും? അതമ്മേ ഇല്ലമ്മേ. വിശാൽ, കാര്യം എന്താണെന്ന് പറയൂ. എനിക്കറിയില്ലമ്മേ. പക്ഷേ എന്നെ രക്ഷിച്ചത് ഈ കമ്മല. ജീവൻ രക്ഷിച്ചെന്നോ? അതെ. അവനിത് താഴെ വെക്കാതെ കൊണ്ടു നടന്നിരുന്നു കുറെ കാലം. അവനിത് നിനക്ക് തന്നോ? എനിക്കത് അത്ഭുതമായിട്ടാ തോന്നുന്ന മോളെ. ഇത് എന്റെ തന്നെയായിരുന്നു ആന്റി. ഗ്രാമത്തിൽ ഉത്സവം കാണാൻ പോയപ്പോ ഇതിലൊന്ന് കളഞ്ഞുപോയി. പിന്നെ ഞാനിത് കാണുന്നത് വിശാലിന്റെ കയ്യിലാ. ഒരു കമ്മല് ഞാൻ കളയാതെ സൂക്ഷിച്ചു വെച്ചായിരുന്നു. അല്ല ആന്റി, എന്താ ഇത് ചോദിക്കാൻ കാരണം? ആഹാ, ഒന്നുമില്ല മോളെ. അവന് നിന്നോടുള്ള ഇഷ്ടത്തിന്റെ ആഴമൊന്നും അറിയാൻ വേണ്ടി ചോദിച്ചതാ. അവൻ അങ്ങനെ എന്തെങ്കിലും തരികയാണെങ്കിൽ അത് ആന്റിയോടൊന്ന് പറയണേ. ഷുവർ ആന്റി. എന്നാ ശരി മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ ലോകത്തെ എനിക്ക് എല്ലാറ്റിലും വലുത് എന്റെ പപ്പയാ. പിന്നെ പപ്പ ആ പപ്പ പറയുന്നത് പോലും ഞാൻ ചില സമയത്ത് അനുസരിക്കാറില്ല. പിന്നെയല്ലേ ഈ അടുക്കളക്കാരി പറയുന്നത്. ഒരു വെള്ളക്കടലാസിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ച് അതിൽ ആന്റിയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞിട്ടേ കൂടുതൽ നെഗളിക്കാൻ നിക്കല്ലേ. ആ പേപ്പറിനെ നിയമപരമായിട്ട് ഒരു വിലയുമില്ല. പിന്നെ നീ എങ്ങനെ ഔട്ട് ഹൗസിലെത്തി? ചില സാഹചര്യങ്ങളിലെ ഇഷ്ടമല്ലെങ്കിലും ചിലത് ചെയ്യേണ്ടി വരും. ഓ, അത് താൽക്കാലികവുമായിരിക്കും. അങ്ങനെ സംഭവിച്ചതാ, അല്ലാതെ ഇവളെ പേടിച്ച് മാറി നിന്നതൊന്നും അല്ല. നല്ല സംസ്കാരം എന്ന് പറയുന്നതേ നെല്ലുപോലെയാ. അത് വിതച്ചാലേ മുളയ്ക്കൂ.
എന്നാ അഹങ്കാരം എന്ന് പറയുന്നത് പുല്ല് പോലെയാ. അത് തനിയെ മുളച്ചു വരും. നീ ആ ഗണത്തിൽപ്പെട്ടതാ. അത് നിന്റെ കുറ്റമല്ല, വളർത്തു ദോഷം. ദേ, എന്റെ പപ്പയെ പറഞ്ഞാലുണ്ടല്ലോ, എന്റെ കൈയുടെ ചൂട് നീ അറിയേ. ഞാൻ നിന്റെ അച്ഛനെ കുറ്റം പറഞ്ഞില്ല, പറയുകയുമില്ല. മുതിർന്നവരെ ബഹുമാനിക്കണമെന്നാ ഞാൻ പഠിച്ചിട്ടുള്ള പാഠം. നീ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ നിന്റെ പപ്പയെ പോലും നീ അനുസരിക്കില്ല എന്ന്. അത് പപ്പയുടെ കുറ്റമല്ല, ജന്മദോഷം. അത് തൂത്താലും മായ്ച്ചാലും പോവില്ല. പിന്നെ ഈ വീട്ടിലെല്ലാവരും ഞാൻ പറയുന്നത് അനുസരിക്കണമെന്ന് എഴുതി വെച്ചിരിക്കുന്നതേ വെള്ള പേപ്പറിലല്ല, മുദ്രപത്രത്തിലാ. അതിന് നിയമപരമായ എല്ലാ സാധ്യതകളും ഉണ്ട്. ഈ നിമിഷം മുതൽ നീ അത് സ്വയം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ആ അധികാരത്തോടെ എനിക്ക് നിന്നോട് ആജ്ഞാപിക്കേണ്ടി വരും, അനുസരിപ്പിക്കേണ്ടിയും വരും. വിശാൽ സാറിന്റെ ഭാര്യയാവാൻ വേണ്ടി എന്റെ ആജ്ഞാനുവൃത്തിയായി ഇവിടെ ഇനിയും താമസിക്കണോ വേണ്ടോ എന്ന് ആങ്ങളെയും പെങ്ങളും കൂടി കാര്യമായിട്ടൊന്ന് ആലോചിച്ചോ. വേണമെങ്കിൽ വക്കീലായ നിന്റെ പപ്പയും കൂട്ടിക്കോ. അവസാനമായിട്ട് ഞാൻ ഒന്നും കൂടി പറയാം. വിശാൽ സാർ ഒരിക്കലും നിന്റെ കഴുത്തിൽ മിന്നു കെട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇത് പറയുന്ന എന്റെ പേരും കൂടി നീ ഓർത്തോ, പാർവതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഐശ്വര്യ എടുത്തി അപ്പച്ചും കൂടി ജയന്റെ അടുത്ത് ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുക. 2 ദിവസം നിന്നിട്ട് പോകാനാ പറഞ്ഞിരിക്കുന്നത്. ആണോ? അതെ, അത് തന്നെയാ. ഒരു കാര്യമില്ലായിരുന്നു. പോട്ടടോ, തന്റെ എടുത്തില്ലേ 2 ദിവസം നിന്നിട്ട് പോട്ടെ. അതൊരു സന്തോഷമായിട്ട് എടുക്ക്. ഓ ഇല്ല സർ, അത് നമ്മുടെയൊക്കെ സന്തോഷം ഇല്ലാതാക്കാൻ പോവാ. താൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. അങ്ങനെയല്ല സർ, അത് നമ്മുടെയൊക്കെ സന്തോഷം ഇല്ലാതാക്കുക തന്നെ ചെയ്യും. സാറിനറിയാലോ എടുത്തിയുടെ സ്വഭാവം. പരസ്പരം വഴക്കുണ്ടാക്കും. ഇവിടത്തെ കുറ്റം അവിടെയും അവിടത്തെ കുറ്റം ഇവിടെയും പറയും. എന്നിട്ട് ആവശ്യമില്ലാത്ത ഓരോ കഥകളും ഉണ്ടാക്കിയെടുക്കും. ആകെ ബഹളാക്കും ഇവിടെ. നമുക്ക് നോക്കാടോ. ചിലപ്പോ അവർക്കും 2 ദിവസം ഇവിടെ നിൽക്കാൻ ആഗ്രഹം കാണും. ഒരു മാറ്റമല്ലേ? മാറ്റത്തിനൊന്നും വേണ്ടിയല്ല സാർ ഇപ്പൊ ജയന്തി അടുത്ത് ഇവിടെ പിടിച്ചു നിർത്തുന്നത്. ഇത് ഐശ്വര്യ അടുത്തിയുടെ അപ്പച്ചിയുടെയും കൂടെയുള്ള ഗൂഢാലോചനയാ. അവരെന്ത് ഗൂഢാലോചന നടത്താനാ? എന്നെ താഴ്ത്തി കിട്ടാൻ ഒരു അവസരം നോക്കിയിരിക്കുകയല്ലേ അവര്. ഇപ്പോഴോ പറ്റിയ ഒരാളെയും കയ്യിൽ കിട്ടി. ജയന്തി അടുത്താണെങ്കിൽ എന്നോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി ഒരവസരം നോക്കിയിരിക്കുക. എല്ലാം കൂടി കൃത്യമായിട്ട് ഒത്തുവന്നു. നമ്മുടെ ഈ വിവാഹത്തിന്റെ രസമൊക്കെ പോവും. ഞങ്ങളുടെ കുടുംബം, പ്രത്യേകിച്ച് ഞാൻ നശിച്ച് കാണാൻ വേണ്ടി നോക്കി നടക്കുന്ന ആളാ എന്റെ ജയന്തി എടുത്തി. അരവിന്ദേട്ടന് സമാധാനം കൊടുത്തിട്ടില്ല. സാറ് നോക്കിക്കോ, എന്റെ സന്തോഷം മുഴുവൻ എടുത്ത് ഇല്ലാതാക്കും. താൻ ഇങ്ങനെ പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടാവും. അവരിവിടെ മര്യാദയ്ക്ക് താമസിച്ച അവർക്ക് കൊള്ളാം. അതല്ല ഐശ്വര്യ എടുത്തിട്ട് കൂടെ കൂടി എന്തേലും പ്രശ്നം ഉണ്ടാക്കാനാണ് ഒരുക്കുമെങ്കിൽ ഞാൻ ആരാണെന്ന് അപ്പൊ മനസ്സിലാക്കി കൊടുക്കും. താൻ സമാധാനായിട്ടിരിക്കെ. സാറ് പറഞ്ഞപ്പോ
ഒരു സമാധാനം കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ദ്രോഹ ഞങ്ങളോട് ചെയ്തത്. അപ്പൂനെ അമ്മയൊക്കെ എന്തുമാത്രം കണ്ണീര് കുടിപ്പിച്ചതാണെന്നറിയോ? ഇവര് വിചാരിച്ച 15-ാം തീയതി നടക്കാൻ പോകുന്ന നമ്മുടെ ചടങ്ങ് വരെ ഇല്ലാതാക്കാൻ പറ്റും. സാർ നോക്കിയോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ കൊല്ലും ഞാൻ അവരെ. എങ്ങനെ ഞാൻ അവരെ കൊല്ലുന്നു. സാർ, ഈ 15-ാം തീയതി എത്രയും പെട്ടെന്ന് ഇങ്ങ് എത്താൻ സ്വപ്നം കണ്ട് നടക്കുക ഞാൻ. ആണോ? ഞാൻ പറഞ്ഞില്ലേ സാർ, ഇത്രയും വലുതായിട്ട് ഞാൻ ജീവിതത്തിൽ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ഞാനിതൊരു ചമ്മലും ഇല്ലാതെ ഇങ്ങനെ തുറന്നു പറയണമെങ്കിൽ ആ ആഗ്രഹത്തിന്റെ ശക്തി എത്രമാത്രാന്ന് സാറിന് ഊഹിക്കാലോ. എനിക്ക് കൃത്യമായിട്ട് ഊഹിക്കാം. കാരണം ഞാനും അതേ സ്വപ്നങ്ങളായിട്ട് നടക്കാടോ. എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് വൈകിട്ട് സംസാരിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിവാഹം കഴിഞ്ഞ എല്ലാരും അല്പസ്വല്പമൊക്കെ മാറും, ഒന്ന് മിനുങ്ങും. ദേ, കല്യാണത്തിന് മുമ്പ് ഈ അമ്മയുടെ രൂപമൊന്നും കാണണമായിരുന്നു. അങ്ങനെയുള്ള ഉണക്കല്ല, ദാരിദ്ര്യം. ദാരിദ്ര്യം എന്ന് വെച്ചാ ഭയങ്കര ദാരിദ്ര്യം. അപ്പോഴാ ഇവിടെ ഈ പുളിങ്കൊമ്പി കയറി പിടിച്ചത്. മര്യാദക്കിരുന്ന് കഴിച്ചിട്ട് പോ ജയന്തി. അമൃതമോളെ, ജയന്തി ഒരു തമാശ പറഞ്ഞതല്ലേ? അതെ, ഇതൊക്കെ ഒരു രസമായിട്ട് എടുക്കണ്ടേ? ഞാനങ്ങനെയാ. നല്ല നല്ല നേരം പോക്കുകൾ പറഞ്ഞോണ്ടേയിരിക്കണം. ഇത്തരം നേരം പോക്കുകള് ഒഴിവാക്കുന്നതാ നല്ലത് ജയന്തി. ആരുടെ ദാരിദ്ര്യം പറഞ്ഞ് കളിയാക്കാൻ പാടില്ല. അമ്മ, അങ്ങനെയുള്ള ദാരിദ്ര്യമൊന്നുമില്ല. അച്ഛനൊരു കുറവ് അറിയിക്കാതെ ഞങ്ങളെ വളർത്തിയത്. പിന്നെ അച്ഛൻ കഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാ. പക്ഷേ ഞങ്ങളെ പട്ടിണി എടുക്കാനൊന്നും സമ്മതിച്ചിട്ടില്ല. അത് ഞങ്ങൾക്ക് അറിയാലോ മോളെ. ജയന്തി, ഇനി ഇങ്ങനെയുള്ള സംസാരങ്ങൾ വേണ്ട. നിർത്തി. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു ദോഷം വന്നൊന്നും വേണ്ട. നമുക്ക് 15-ാം തീയതിയുള്ള ചടങ്ങ് കളറാക്കണം. അത് വേണോമേ. വീട്ടിലാണ് താലികെട്ട് നടക്കുന്നെങ്കിലും ഇതിനകത്ത് പറ്റുന്ന രീതിയിലൊക്കെ കൊഴിപ്പിക്കണം. ഐശ്വര്യ, നമുക്കൊരു ഡാൻസ് ആയാലോ? ശ്യാമേ, ഞാനൊരു തമാശ പറഞ്ഞതാണേ. അല്ല, ഇനി അതിന് കയറി ചൂടാവരുത്. കല്യാണ ദിവസവും ശ്യാമയുടെ കണ്ണ് സദ്യ വിളമ്പുന്നിടത്തായിരിക്കും. പണ്ടും കല്യാണങ്ങൾക്ക് വിളിക്കാതെ പോകുമെന്ന് കേട്ടിട്ടുണ്ട്. ഊണ് കഴിക്കാനേ. പറഞ്ഞില്ലേ, അത്രയ്ക്ക് ദാരിദ്ര്യായിരുന്നു. വിളിക്കാതെ പോയ ഏതോ ഒരു കല്യാണത്തിനെ ഇറക്കി വിട്ടൊന്നും കേട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ കഴിച്ചോളാം. ഏയ്, എന്താ മോളെ ഇത്? മോളിരുന്ന് കഴിക്കാൻ നോക്ക്. കഴിക്കേ. അമ്മേ, ഞാനും പിന്നെ കഴിക്കാമേ. ഇനി ഇവിടെ ഇരുന്നാലേ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവും. ശ്യാമേ, വാ, നമുക്ക് ഒന്നിച്ചിരിക്കാം. ചേടാ, അല്ല ചേച്ചി, ഞാൻ എന്താ പറഞ്ഞു? വേണ്ടി പോരുത്. എനിക്ക് മനസ്സിലായി. തമാശ എന്നുള്ള പേരില് പറഞ്ഞു ശ്യാമയുടെ മനസ്സ് തകർക്കല്ലേ. പഴയ കാര്യങ്ങളെന്ന് പറഞ്ഞ് മായില് വരുന്നതൊക്കെ അങ്ങ് വിളിച്ചു പറയാ. ഇത് ജയന്തിയായിട്ട് പറയുന്നതല്ല. ജയന്തി ആരൊക്കെ കീ കൊടുത്ത് വിട്ടേക്കുന്നുള്ളത് വ്യക്തമാ. അമൃതേടത്തി പറ, ആരാ ജയന്തിക്ക് കീ കൊടുത്ത് വിട്ടേന്ന്? നീ തന്നെ, അല്ലാതാരാ? അമൃതേടത്തി, ഏയ്, ഒന്ന് നിർത്തോ രണ്ടാളും. അമൃതേടത്തി, എനിക്ക് വേണ്ടി വാദിച്ച് എടുത്തി വെറുതെ വഴക്ക് കേൾക്കണ്ട. എനിക്കറിയാം, തേജോവധം ചെയ്യാന്നൊക്കെ പറയുമല്ലോ. ഇവിടെ എന്നെ തേജോവധം ചെയ്യാ തന്നെയാ. ഈശ്വര, എന്റെ ദേവിയെ, എന്തൊക്കെയാ പറയുന്നേ? എന്തൊക്കെയാ പറയുന്നെന്ന് ജയന്തിക്ക് മനസ്സിലായില്ലേ? എത്ര സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയതാ, എല്ലാം നശിപ്പിച്ചു. ഞാനും കഴിക്കുന്നില്ല മക്കളെ, ഞാൻ പിന്നെ കഴിച്ചോളാം. അയ്യോ അമ്മേ, കഴിച്ചിട്ട് പോയാ മതി. ജയന്തി, മാറാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.
നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവരെത്തിയല്ലോ, അങ്ങോട്ട് പോവാം. നമസ്കാരം തിരുമേനി. നമസ്കാരം. നമസ്കാരം. ഇത് ശ്രീറമ്മ, സുധാരൻ. വരൂ. ആരോരുമില്ലാത്ത കുട്ടികളാ. അവർക്ക് സ്വയം കാര്യങ്ങൾ നടത്താനുള്ള പ്രാപ്തി പോലും ആയിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു കുഞ്ഞിനെയും കൂടെ പോറ്റാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കൈമാറ്റത്തിന് തുനിയുന്നത് തന്നെ. മനസ്സിലായി തിരുമേനി, ഞങ്ങൾക്കിതൊരു അനുഗ്രഹമാണ്. കുഞ്ഞിനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. വാക്കാ. അങ്ങനെ തന്നെ വേണം. ഈ കുഞ്ഞ് നിങ്ങൾക്കൊപ്പം വളരണമെന്നായിരിക്കും ദൈവഹിതം. അത് എന്നെ നടക്കട്ടെ, അല്ലാതെ എന്ത് പറയാനാ. ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞ്. ഇതാണ് കുഞ്ഞ്. ഇവരെല്ലാം അതിന്റെ സഹോദരങ്ങൾ. പറഞ്ഞില്ലേ ഡോക്ടർ ഭാര്യയാണെന്ന്. കുഞ്ഞിനെ കൊടുത്തേക്ക്. അയ്യോ ചേച്ചി, ചേച്ചി കൊടുക്കല്ലേ ചേച്ചി, കുഞ്ഞാവെ കൊടുക്കണ്ടേ ചേച്ചി. എന്താ മക്കളെ ഇത്? അവന്റെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ. കുഞ്ഞിനെ വിട്. സാരമില്ല, അവനെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഇല്ലാതെ സന്തോഷമായിട്ട് കഴിയട്ടെ. നിങ്ങൾ കൈവിട്. തിരുമേനി, ഈ കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ളതല്ലേ. ഞാൻ അവർക്ക് കുറച്ച് പണം കൊടുത്തോട്ടെ. പിന്നെന്താ, കുറച്ച് പണം കിട്ടിയാൽ അവർക്ക് തൽക്കാലം ആരെയും ആശ്രയിക്കാതെ കഴിയാൻ പറ്റും. കൊടുത്തോളൂ. വാങ്ങിച്ചോളൂ. വേണ്ട ഡോക്ടർ, അവനെ വിറ്റ് പണം വാങ്ങാൻ എന്നെ കൊണ്ടാവില്ല. പിന്നെ ഇവര് കൂടി ആശ്രമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങൾക്ക് എന്തിനാ പണം? എനിക്ക് വേണ്ട കാശൊന്നും. ശരി, ആ വിചാരവും നല്ലത് തന്നെ. ഡോക്ടർ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളൂ. ശരി തിരുമേനി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.